الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم نجعل الأرض كفاتا أحياء وأمواتا وجعلنا فيها رواسي شامخات وأسقيناكم ماء فراتا സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുണർത്തുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും ഈ ലോകത്തോട് വിട പറയുവാനുമുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞാൻ ഓതിവെച്ച വചനങ്ങൾ 77-ാം അധ്യായം അൽ മുർസലാത്ത്, അതിലെ 25, 26, 27 വചനങ്ങളാണ്. പ്രപഞ്ചനാഥനും കരുണാവാരിധിയുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ട സൃഷ്ടിയായ മനുഷ്യന് എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നൽകി ആദരിച്ചിട്ടുണ്ട്. ആകാശങ്ങളും ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും പുഴകളും കാടുകളും മേടുകളും എന്ന് വേണ്ട എന്തെല്ലാം ഉണ്ടോ അതെല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ച് സംവിധാനിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരുപാട് വചനങ്ങൾ വിശുദ്ധ ഖുർആനിലുടനീളം നമുക്ക് കാണാൻ കഴിയും. ആ കൂട്ടത്തിൽപ്പെട്ട വചനങ്ങളാണ് ഇത്. അതിന്റെ അർത്ഥം, അലം നജഅലിൽ അർള, ഭൂമിയെ നാം ആക്കിയില്ലേ, കിഫാത്ത, മതിയായതാക്കിയില്ലേ, ഉൾക്കൊള്ളുന്നതാക്കിയില്ലേ, അഹ്യാഅൻ വ അംവാത, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ഉൾക്കൊള്ളുന്നതാക്കിയില്ലേ, വജഅൽനാ ഫീഹാ റവാസിയ ശാമിഖാത്തിൻ, ഉന്നതങ്ങളായ അടിയുറച്ചു നിൽക്കുന്ന പർവ്വതങ്ങളെ നാം അതിൽ സ്ഥാപിക്കുകയും ചെയ്തില്ലേ,
വഅസ്ഖൈനാകും മാഅൻ ഫുറാത്ത, നിങ്ങൾക്ക് കുടിക്കുവാൻ വേണ്ടി സ്വച്ഛജലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും ചെയ്തില്ലേ എന്നാണ് ചോദിക്കുന്നത്. 3 കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യമുണ്ട്. അതിൽ ഭൂമിയെക്കുറിച്ചുള്ള ചോദ്യത്തെക്കുറിച്ച് മാത്രമാണ് ഒരല്പസമയം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ അനുഗ്രഹങ്ങളിൽ ഭൂമിയെക്കുറിച്ചുള്ള ചോദ്യം ശ്രദ്ധിച്ചുവോ നമ്മൾ? അലം നജഅലിൽ അർള കിഫാത്ത. കിഫാത്ത് എന്ന് പറഞ്ഞാൽ എന്തിനും മതിയായത് എന്നർത്ഥം, എന്തിനും തികഞ്ഞത്, ഏതും ഉൾക്കൊള്ളുന്നത്. അതാണ് കിഫാത്ത് എന്ന വാക്കിന്റെ അർത്ഥം. എന്നിട്ട് അതിന് ശേഷം പ്രത്യേകിച്ച് മനുഷ്യരോട് ചിന്തിക്കാനാണല്ലോ ആവശ്യപ്പെടുന്നത്. അവനോടാണ് ചോദിക്കുന്നത്. ജീവിച്ചിരിക്കുന്നവരുണ്ട്, അവർക്ക് മതിയായതല്ലേ ഭൂമി? മരണപ്പെട്ടു പോയവരുണ്ട്, മരണപ്പെട്ടു പോകുന്നവരുണ്ട്, അവർക്കും മതിയായതും അവരെയും ഉൾക്കൊള്ളുന്നത് അല്ലേ ഭൂമി? ഇതാണ് ചോദ്യം. അത് മാത്രമാണ് ഒരല്പസമയം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ജീവിച്ചിരിക്കുന്നവർക്ക് ഭൂമി ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ ഭൂമുഖത്ത് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം നമുക്ക് ചെയ്യാം. വെട്ടാം, കിളക്കാം, മറിക്കാം, ഉഴുതുമറിക്കാം, കുഴികളുണ്ടാക്കാം, കൃഷി ഇറക്കാം, ഓടാം, ചാടാം, കെട്ടിടങ്ങൾ നിർമ്മിക്കാം, വീടുകൾ ഉണ്ടാക്കാം എന്ന് വേണ്ട എന്തൊക്കെ ഒരു മനുഷ്യന് ഈ ഭൂമുഖത്ത് ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യാവുന്ന നിലയിൽ അതിനെ അള്ളാഹു കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട്. അതാണ് ആ ചോദ്യം. അത് വിശുദ്ധ ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ ഭൂമിയെ മനുഷ്യന് കീഴ്പ്പെടുത്തി തന്നതും അവന് ഉപയോഗപ്പെടുത്താൻ പര്യാപ്തമാകുന്ന നിലയിലാക്കി തന്നതിനെ കുറിച്ച് പറയുന്ന എത്രയോ വചനങ്ങളുണ്ട് വിശുദ്ധ ഖുർആനിൽ, ഭൂമിയെക്കുറിച്ച് മാത്രം. സൂറത്തുർ റഹ്മാനിലെ 10-ാമത്തെ വചനം, വൽ അർള വളഅഹാ ലിൽ അനാം. ഭൂമിയെ നാം മനുഷ്യർക്ക് വേണ്ടി നിർമ്മിച്ചു നാം, വേറെ ആർക്കും വേണ്ടിയല്ല. വളഅഹ, അതിനെ നാം സംവിധാനിച്ചു, അതിനെ നാം ഉണ്ടാക്കി, ലിൽ അനാം, മനുഷ്യർക്ക് വേണ്ടി. അതാണ് പ്രയോഗം. സൂറത്തുൻ നൂഹിലെ 19-20 വചനങ്ങളിൽ വല്ലാഹു ജഅല ലക്കുമുൽ അർള ബിസാതൻ ലിതസ്ലുകൂ മിൻഹാ സുബുലൻ ഫിജാജ. നൂഹ് നബി ജനങ്ങളോട് പറയുന്ന ആ രംഗമാണത്. വല്ലാഹു ജഅല ലക്കുമുൽ അർള ബിസാതൻ, ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നു. എന്തിന്? ലിതസ്ലുകൂ മിൻഹാ സുബുലൻ ഫിജാജ, നല്ല വീതിയുള്ള, വിസ്തീർണമുള്ള, വ്യാപ്തിയുള്ള ഒരുപാട് വഴികളുണ്ട്. ആ വഴികളിലൂടെ ഒക്കെ നിങ്ങൾക്ക് പ്രവേശിക്കാൻ പര്യാപ്തമാകുന്ന നിലയിൽ ഭൂമിയെ അവൻ നിങ്ങൾക്ക് ബിസാത്താക്കി തന്നു. അവിടെ ബിസാത്ത് എന്നുള്ള പ്രയോഗമാണ്. അതുപോലെ തന്നെ സൂറത്തുൻ നബ, ആ സൂറത്തുൻ നബയിലെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അലം നജ്അലിൽ അർള മിഹാദ എന്നാണ്. അവിടെ ഭൂമിയെ മിഹാദ് എന്നാ പറഞ്ഞത്. മിഹാദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിരിപ്പ് എന്നാണ്. ഭൂമിയെ നാം വിരിപ്പാക്കി തന്നില്ലേ? അതുപോലെ സൂറത്തുൽ ബഖറ 22-ാമത്തെ വചനത്തിൽ അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ, ഭൂമിയെ നിങ്ങൾക്കവൻ ഒരു മെത്തയാക്കി തന്നു എന്ന് പറഞ്ഞു. അപ്പൊ ബിസാത്ത്, ഫിറാഷ്, മിഹാദ്. സൂറത്തു താഹയിലെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അല്ലദീ ജഅല ലക്കുമുൽ അർള മഹ്ദൻ, ഭൂമിയെ നിങ്ങൾക്കവൻ മഹ്ദാക്കി തന്നു. മഹ്ദ് എന്ന് പറഞ്ഞാൽ തൊട്ടിൽ എന്നാണ്. ഓരോ പ്രയോഗവും ഭൂമിയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള അതിന്റെ സവിശേഷതകൾ വ്യക്തമാക്കുന്നതിന് ചിലത് മാത്രം സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഖുർആൻ ഓതുന്നവരാണ്. ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രയോഗങ്ങൾ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളുക, അത്രേ പറയുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ പല വിശേഷണങ്ങളിലൂടെ ഭൂമിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു തന്നു. ആ ഭൂമിയെ കുറിച്ചാ ചോദിച്ചത്. അത് എന്തിനും പോന്നതല്ലേ? ജീവിച്ചിരിക്കുന്നവർക്കും മരണപ്പെട്ടവർക്കും മതിയായതല്ലേ എന്ന് അല്ലാഹു ചോദിക്കുന്ന അടിസ്ഥാനത്തിലാണ്. ഇനി ഇത് തന്നെയുമല്ല, ഭൂമി മാത്രമല്ല, ഭൂമിയിലുള്ളത് മുഴുവൻ നമുക്കാണ് എന്നാണ് അല്ലാഹു പറഞ്ഞത്. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ, സൂറത്തുൽ ബഖറയിലെ 29-ാമത്തെ വചനം. അവനാണ് ഭൂമിയിലുള്ളത് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചത്. നിങ്ങൾക്ക് വേണ്ടി, ഖലഖ ലക്കും, നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചു. മാ ഫിൽ അർളി ജമീഅ, ഭൂമിയിലുള്ളത് മുഴുവനും.
അതുപോലെ ഭൂമിയെ മനുഷ്യന് വാസയോഗ്യമാക്കി തന്നു. അവനാവശ്യമായ വായു, വെള്ളം, ചൂട്, തണുപ്പ് തുടങ്ങിയിട്ടുള്ള എന്തെല്ലാം ആവശ്യമാണോ ഒരു മനുഷ്യന് ഈ ഭൂമുഖത്ത് ജീവിക്കാൻ ആവശ്യമുള്ളത് അതൊക്കെ അവൻ ഒരുക്കി തന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാഹി. വലക്കും നിങ്ങൾക്കുണ്ട് ഫിൽ അർളി ഭൂമിയിൽ മുസ്തഖറുൻ വാസസ്ഥലം, വമതാഉൻ ഇലാഹീൻ നിശ്ചിത സമയം വരെ നിങ്ങൾക്ക് ജീവിത വിഭവവും അള്ളാഹു ഭൂമിയിൽ ഒരുക്കി തന്നിരിക്കുന്നു. മുസ്തഖർ, മത്താഅ് അതും ഭൂമിയുമായി ബന്ധപ്പെടുത്തി വിശുദ്ധ ഖുർആൻ പരാമർശിച്ചു. ഇത് രണ്ട് സ്ഥലങ്ങളിൽ കാണാം. ഒന്ന് സൂറത്തുൽ ബഖറയിലെ 36-ാമത്തെ വചനം, മറ്റൊന്ന് സൂറത്തുൽ അഅറാഫിലെ 24-ാമത്തെ. ഈ രണ്ട് സ്ഥലത്തും ഇതേ വാചകമാണ്, ഒരു അക്ഷരം പോലും മാറ്റമില്ല. വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാഹി. ഇങ്ങനെ ഭൂമിയെ കുറിച്ച് ജീവിച്ചിരിക്കുന്ന ആ ഭൂമുഖത്ത് അഹ്യാ ആയിരിക്കുന്ന ആളുകൾക്ക് എന്തെല്ലാം വേണമോ അതെല്ലാം ഒരുക്കി തന്നു എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെയാണ് ചോദിക്കുന്നത്, വഅംവാത മരണപ്പെട്ടവർക്കും അല്ലെങ്കിൽ മരണപ്പെടുന്നവർക്കും ഭൂമി മതിയായതായില്ലേ? അതെന്താ? ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരു നിശ്ചിതമായ സമയം വരെയാണ് ഇവിടെ ജീവിത വിഭവമുള്ളത്. കാലാകാലം ഈ ഭൂമുഖത്ത് എല്ലാം സുഖിച്ച് ആസ്വദിച്ച് ആർമാദിച്ച് ജീവിച്ച് കളയാമെന്ന് വിചാരിക്കണ്ട. ഒരു നിശ്ചിത സമയമുണ്ട്. ആ സമയം വരെ നിങ്ങൾക്കുള്ളൂ ഇവിടുത്തെ ജീവിതം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശാശ്വതമായ ഒരു ലോകത്തേക്കാണ് നിങ്ങൾക്ക് പോകാനുള്ളത്. അങ്ങനെ പോകുമ്പോൾ ഭൂമിയുടെ ഉൾഭാഗത്തേക്കാണ് നിങ്ങൾക്ക് പോകാനുള്ളത്. എത്രയാണ് പ്രിയമുള്ളവരെ ഈ ലോകത്തുള്ള ഭൂമി. ആ ഭൂമിയുടെ അടിയിലൊക്കെ എത്രയോ മരണപ്പെട്ടു പോയ മനുഷ്യരെ ഖബറടക്കിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്. കുഴിച്ചു മൂടിയിട്ടുണ്ട്, ഇല്ലേ? ഇനിയും എത്ര പേരെ ഉണ്ടോ അവരെയും ഉൾക്കൊള്ളാൻ അത് പര്യാപ്തമാണ്. ഇപ്പൊ ഉള്ളവരെ, ഇനി വരാനിരിക്കുന്ന എത്ര പേരുണ്ടോ അവരെയും ഉൾക്കൊള്ളാൻ അത് പര്യാപ്തമാണ്. ചിന്തിച്ചോളി. അലം നജഅലിൽ അർള കിഫാത അഹ്യാഅൻ വഅംവാത. ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ട് ഭൂമിയുടെ മുഖത്ത്. അതേസമയം അതിനകത്ത് പോകുന്ന അതിനെക്കുറിച്ചുള്ള ആ ചോദ്യവും ഇതോടൊപ്പം അള്ളാഹു ചേർത്ത് പറഞ്ഞു എന്നുള്ളത് നിസ്സാരമായി നമ്മൾ കാണരുത്. അതെന്താ കാരണം? ഇവിടുത്തെ നിശ്ചിതമായ സമയം കഴിഞ്ഞാൽ പോകേണ്ടത് അങ്ങോട്ടാണ്. അതിനാണ് നമ്മൾ സാധാരണ ഖബറടക്കുക എന്ന് പറയാറുള്ളത്. ഖുർആൻ വ്യക്തമാക്കി പറഞ്ഞു, അത് മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. നിങ്ങളെ അതിൽ നിന്നാണ് നാം സൃഷ്ടിച്ചത്, മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്. പിന്നെ വഫീഹാ നുഈദുകും, നിങ്ങൾ മടങ്ങിപ്പോകേണ്ടത് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ്. അതുകൊണ്ട് തീരുവോ? ഇല്ല. വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ, മറ്റൊരു സന്ദർഭത്തിൽ നിങ്ങളെ അതിൽ നിന്ന് നാം പുറത്തു കൊണ്ടുവരും. ഖുർആനാണ് പ്രിയമുള്ളവരെ ഈ പറയുന്നത്. ചിന്തിച്ചു നോക്കുക നമ്മൾ ഓരോരുത്തരും. ഇനി എങ്ങനെയാണ് അംവാത്തിന് ഭൂമിയുടെ ഉൾഭാഗം എന്ന് ഉള്ളത് നമുക്ക് പഠിപ്പിച്ചെന്ന്? അത് അള്ളാഹു പഠിപ്പിച്ചെന്ന് തന്നെ. അതാണ് അതിന്റെ ശരി, അതാണ് അതിന്റെ പ്രകൃതി നിയമം എന്ന് പഠിപ്പിച്ചതും അള്ളാഹു തന്നെയാണ്. ഉള്ളിലേക്ക് തന്നെയാണ്. മരണപ്പെട്ട് കഴിഞ്ഞാൽ കുഴിച്ചുമൂടലാണ്, ഖബറടക്കലാണ് എന്നുള്ള, കുഴിച്ചുമൂടൽ എന്ന് ഞാൻ പറയുന്ന മലയാളം പറയുന്നുണ്ട്. നമ്മൾ ബഹുമാനത്തോടും ആദരവോടും കൂടി തന്നെ അത് പ്രയോഗിക്കാറുള്ളൂ. ഖബറടക്കുക നമ്മൾ പറയൽ തന്നെ. അത് ഭൂമിയുടെ ഉൾഭാഗമാണ്. അതാണ് കിഫാത്തൻ അഹ്യാഅൻ വഅംവാത എന്ന് പറഞ്ഞതിന്റെ പൊരുള്. അത് അള്ളാഹു പഠിപ്പിച്ചെന്ന് എങ്ങനെ നമുക്കറിയാമല്ലോ. നമ്മുടെ രണ്ട് ജ്യേഷ്ഠ സഹോദരന്മാർ തമ്മിൽ ഭൂമിയിൽ ഏറ്റവും ആദ്യമായി കലാപമുണ്ടായി. ഒരാളൊരാളെ കൊന്നു. ചരിത്രമൊക്കെ നമുക്കറിയാം, ആരാരെ കൊന്നു എന്നും എന്താണ് അതിന്റെ കാരണം എന്നൊക്കെ. അതിലേക്കൊന്നും ഞാൻ ഈ ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് വധിച്ചു കഴിഞ്ഞതിന് ശേഷം കൊന്നതാരോ ആ കൊന്ന ആള്, ഇനി ഞാൻ ഇതിനെ എന്ത് ചെയ്യും, ഈ മൃതദേഹം ഞാൻ എന്ത് ചെയ്യും? അതിനു മുമ്പ് ഒരു പാഠമില്ല, അതിനു മുമ്പ് പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ആ ഒരവസ്ഥയിൽ ഇങ്ങനെ ഖിന്നനായി ദുഃഖിതനായി എന്ത് ചെയ്യണമെന്നറിയാതെ അന്തം വിട്ടിരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. എങ്ങനെ? ഫബഅസല്ലാഹു ഗുറാബൻ യബ്ഹസു ഫിൽ അർദ് ലിയുരിയഹു കൈഫ യുവാരി സൗഅത അഖി ഖാല യാ വൈലതാ അഅജസ്തു അൻ അകൂന മിസ്ല ഹാദൽ ഗുറാബ് ഫവാരി സൗഅത അഖി ഫഅസ്ബഹ മിനൻ നാദിമീൻ. സൂറത്തുൽ മാഇദയിലെ 27 മുതൽ
അങ്ങോട്ടുള്ള 31 വരെയുള്ള വചനങ്ങളാണ് ഈ ഹാബീലിന്റെയും കാബീലിന്റെയും നമ്മളുടെ ജ്യേഷ്ഠ സഹോദരന്മാരുടെ കഥ പറയുന്നത്, ചരിത്രം പറയുന്നത്. വത്തുലു അലൈഹിൻ നബഅ ഇബ്നൈ ആദം എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടക്കം. ആദമിന്റെ 2 മക്കളുടെ കഥ പറഞ്ഞു കൊടുക്കുക അവർക്ക് എന്ന് പറഞ്ഞു. ആ അള്ളാഹു പറഞ്ഞു തന്ന കഥയാണിത്. ആ കഥയിൽ തന്നെ, ആ സംഭവത്തിൽ തന്നെ ഇതെന്ത് ചെയ്യണമെന്നറിയില്ല. വധിച്ചു, ആള് മരിച്ചു, മൃതശരീരം മുന്നിൽ, എന്ത് ചെയ്യണം അറിയില്ല. അപ്പൊ അള്ളാഹു ഉറാബൻ, അള്ളാഹു ഒരു കാക്കയെ അയച്ചു, ഉറാബ്. എന്നിട്ട് യബ്ഹസു ഫിൽ അർളി, അത് ഭൂമിയിൽ എങ്ങനെയാണ് മാന്തി കുഴിയെടുക്കുക എന്നുള്ളത്. യബ്ഹസു എന്ന് വെച്ചാൽ അങ്ങനെ മാന്തി കുഴി ഉണ്ടാക്കുക എന്നാണ് വാക്കിന്റെ അർത്ഥം. എങ്ങനെയാണെന്ന് അത് കാണിച്ചു കൊടുത്തു. എന്തിന്? സൗഅത്ത് എന്ന് പറഞ്ഞാൽ മൃതദേഹം എന്നാണ്. തന്റെ സഹോദരന്റെ മൃതദേഹം എങ്ങനെ മറമാടണം എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു കാക്കയെ അയക്കുന്നു. ആ കാക്ക അദ്ദേഹത്തിന്റെ മുന്നിൽ വന്നിരുന്നു കൊണ്ട് ഇങ്ങനെ മാന്തി കുഴി ഉണ്ടാക്കുന്നു. ഇത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്രേ, യാ വൈലത്താ അഅജസ്തു അൻ അകൂന മിസ്ല ഹാദൽ ഖുറാബ്. ഹോ, എന്തൊരു കഷ്ടം, ഈ കാക്കയെ പോലെ ആകാൻ പോലും എനിക്ക് ആവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പരിതപിച്ചു എന്നാണ്. എന്നിട്ട് അത് കണ്ടുകൊണ്ടാണ് അത് ഇതാണ് ആദ്യത്തെ കബറടക്കം. ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മൃതദേഹം കബറടക്കലാണ് വേണ്ടത്, ഭൂമിയിൽ കുഴി കുഴിച്ചിട്ട് അതിൽ മൂടലാണ് വേണ്ടത് എന്ന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്ത തത്വമാണ്. അതുകൊണ്ടാണ് ബഹുഭൂരിഭാഗം മനുഷ്യരും ആ മാർഗം സ്വീകരിക്കുന്ന, അല്ലാത്തത് ചെയ്യുന്നവരുണ്ട്. ഇനി അതാണെങ്കിലും എങ്ങനെയും തിരിഞ്ഞു മറിഞ്ഞ് ഈ ഭൂമിയുടെ അംശമായി മാറും, ഉറപ്പാണ് കാര്യം. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. അത് അക്ഷരാർത്ഥത്തിൽ പുലരും. കരിച്ചു കളഞ്ഞാലും ശരി, കഴുകനിട്ട് കൊടുത്താലും ശരി, അതുപോലെ തന്നെ പുണ്യനദിയിൽ ഒഴുക്കി പുണ്യം നേടാൻ വേണ്ടി ഇട്ടൊഴുക്കിയാലും ശരി, അത് അങ്ങനെ തന്നെ അതിന്റെ അംശമായി മാറും. അതാണ് കിഫാത്തൻ അഹ്യാ അംവാത എന്ന് പറഞ്ഞത്. അപ്പൊ ഇതാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു. അതാണ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന കാര്യം. നമ്മളൊക്കെ നമ്മിൽപ്പെട്ടവരെ മരണമടയുമ്പോൾ കൊണ്ടുപോയി ഖബറടക്കുന്നതിന് നിശ്ചയിക്കപ്പെട്ട സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഖബറടക്കുന്നത് ആ രൂപത്തിലാണ് വരുന്നത്. നമ്മളെ പഠിപ്പിച്ചത് അല്ലാഹു. അതും കൂടി നാം ഇതോടൊപ്പം മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ അള്ളാഹു ഇങ്ങനെ വാസയോഗ്യമാക്കി തന്ന, ജീവിച്ചിരിക്കുന്നവർക്കും മരണപ്പെട്ടവർക്കും ഒക്കെ വാസയോഗ്യമാക്കി തന്ന, അതിന് പര്യാപ്തമാക്കി തന്ന, അത് ഉൾക്കൊള്ളാൻ പര്യാപ്തമായ നിലയിൽ സംവിധാനിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയും ആ ഭൂമിയിലുള്ള നദികളും പുഴകളും സമുദ്രങ്ങളും കാടും മേടും പർവ്വതങ്ങളും എന്ന് വേണ്ട എല്ലാം അതിൻ്റെതായ രൂപത്തിൽ സുരക്ഷിതമായി, അതിനൊരു ഹാനി വരാത്ത നിലയിൽ, അതിന് ഹാനി ഉണ്ടാക്കിയിട്ട് അതിലൂടെ നമ്മൾ തന്നെ നമ്മളുടെ നാശത്തിലേക്ക് എത്തുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സർവ്വ നിർദ്ദേശങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ മുമ്പാകെ വെച്ചു. ആ നിർദ്ദേശങ്ങളും ആ നിയമങ്ങളും മനുഷ്യൻ എന്ന് കൈകടത്താൻ തുടങ്ങിയോ അന്ന് അതിന്റെ തിക്തഫലം മനുഷ്യൻ അനുഭവിക്കാനും തുടങ്ങി. അതൊരു പൊതു തത്വം എന്നുള്ള നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റൂം 30-ാമത്തെ അധ്യായം അതിലെ 41-ാമത്തെ വചനം, ഇങ്ങനെയുള്ള ഏത് കാര്യവും മനുഷ്യന്റെ കൈകടത്തലുകൾ നിമിത്തം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു വചനം അതാണ്, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിൻ നാസ് ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ ലഅല്ലഹും യർജിഊൻ. ലഹറൽ ഫസാദ്, കുഴപ്പം പ്രകടമാകുന്നു, വെളിവാകുന്നു. എവിടൊക്കെ? ഫിൽ ബർരി വൽ ബഹരി, കരയിലും കടലിലും. എങ്ങനെ വെളിവാകുന്നു? എന്തുകൊണ്ടുണ്ടാകുന്നു? ബിമാ കസബത്ത് ഐദിൻ നാസ്, മനുഷ്യന്റെ കരങ്ങൾ കാട്ടിക്കൂട്ടുന്നത്, ചെയ്തു കൂട്ടുന്നത് നിമിത്തമാണ് ഈ ഫസാദ് മുഴുവനും ഉണ്ടായിരിക്കുന്നത് കരയിലും കടലിലും. എന്തിനാണ് ആ ഫസാദ്? ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ, അവർ ചെയ്തു കൂട്ടുന്ന പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൽ നിന്ന് ചിലതിന്റെ തിക്തഫലങ്ങൾ അവരെ ആസ്വദിപ്പിക്കാൻ വേണ്ടി. എന്തിനാ ആസ്വദിപ്പിക്കുന്നത്? ലഅല്ലഹും യർജിഊൻ, ഒരു പുനരാലോചന നടത്തി ആ തെറ്റുകളിൽ നിന്ന്, ആ ഫസാദിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ വേണ്ടിയിട്ടാ. ആര് നിൽക്കണം? എത്ര കണ്ടാലും എത്ര കൊണ്ടാലും നമ്മൾ ആരും പഠിക്കൂല.
ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചർച്ച എന്താണ്? തിരുവനന്തപുരത്തെ ആമയിഴഞ്ചാൻ തോടാണ്, ഇല്ലേ? എന്താണ് അതിന്റെ പശ്ചാത്തലവും കാര്യങ്ങളും ഒക്കെ വായിച്ചറിഞ്ഞ് മനസ്സിലാക്കിയിരിക്കുന്നവരാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നതെന്ന തികഞ്ഞ ബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ അത് പറയുന്നത്. ഓരോ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന ഒരു വാചകമുണ്ട്. ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ, ഇപ്പൊ ബ്രഹ്മപുരത്ത് പ്രശ്നമുണ്ടായി, അന്നും ഇത് നാം സൂചിപ്പിച്ച കാര്യമാണ്. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് അങ്ങോട്ടോടും ഇങ്ങോട്ടോടും, എല്ലാവരെയും പരസ്പരം പഴിചാരും, കുറ്റം പറയും. എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു ഒപ്പിച്ചു വെച്ച് തൽക്കാലം തടി ഊരും. ശാശ്വതമായ ഒരു പരിഹാരം ഒന്നിനുണ്ടാവൂല. പിന്നെ അടുത്തത് വരുമ്പോ വീണ്ടും ഇത് തന്നെ അവസ്ഥ. ഇതെല്ലാം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ്? ടൺ കണക്കിന് മാലിന്യങ്ങൾ, വിസർജ്യ വസ്തുക്കൾ, കെട്ടുകണക്കിന് കൊണ്ടുപോയി തള്ളിയ ഈ കോഴിയുടെയും മറ്റു മൃഗങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ, ഇതൊക്കെ കൂടി കിടന്നത് എവിടെയാ? തോടിലാണ്. വെള്ളമൊഴുക്ക് തടഞ്ഞു. അപ്പൊ ഒരാളിനെ ആരെങ്കിലും ഇറക്കി രക്ഷപ്പെടുത്തണമല്ലോ. അതിന് പറ്റിയ ആൾക്കാരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അവരെത്ര ബഹുമാനിച്ചാലും മതിയാവില്ല, അത്ര ആൾക്കാര്. അങ്ങനെ ഒരു പാവം കൂലിവേലക്കാരൻ അതിലേക്ക് ഇറങ്ങി. പിന്നെ കിട്ടിയത് ശവശരീരം, അറിയൊക്കെ സംഭവമൊക്കെ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇപ്പൊ സംഭവിച്ചത് എന്താ? ഇതിന്റെ അടിയിൽ പോയി വെള്ളത്തിൽ ഒഴുകി ആള് ദൂരെ എത്തി. അവിടെ നിന്ന് മൃതദേഹം കിട്ടി. അതിനുവേണ്ടി 2 ദിവസത്തോളം ഭയങ്കര തെരച്ചിൽ നടത്തി. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പൊ വിഷ്വൽ ഉള്ളത് കൊണ്ട് ഒരു പ്രശ്നമില്ല, പെട്ടെന്ന് കണ്ടോണ്ടിരിക്കാം. കണ്ടത് തന്നെ ഞാൻ ഈ പറയുന്നത്. എന്നിട്ട് അവസാനം എന്താണ്? സർക്കാർ, റെയിൽവേ സർക്കാർ, കോർപ്പറേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇതിനെന്താ പരിഹാരം? ഇപ്പൊ നമ്മുടെ ഈ സിറ്റി ഒട്ടും മോശമല്ലട്ടോ ഈ പറയുന്ന കാര്യത്തിന്. അറിയാലോ നമുക്കൊക്കെ. ഒരു നല്ല മഴ പെയ്താൽ റോഡിലൂടെ നമുക്ക് നടക്കാൻ പറ്റില്ല, വാഹനം ഓട്ടാൻ പറ്റൂല, കടകൾ തുറക്കാൻ പറ്റൂല, ഉള്ള സാധനങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ടു പോകും. ഇവിടെ ഒട്ടും മോശമല്ല ആ കാര്യത്തിൽ. ഒരുപാട് സംവിധാനങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുകയും കേൾക്കുകയും കോടികൾ മുടക്കുകയും ചെയ്യുന്നത് നമ്മൾ വായിക്കുന്നു. പക്ഷേ വഞ്ചി തിരുനക്കര തന്നെയാണ്, ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇതാണ് ഇതിന്റെ അവസ്ഥ. ഇതിന്റെ പരിണിത ഫലമാണ് അവിടെയും വെക്കേണ്ടത്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ ഗൗരവം ചിന്തിക്കുന്നത്, ഓർക്കുന്നത്. ഇനിയിപ്പോ ഓരോ പണികളുമായി നീങ്ങും. ഒരു ഫോളോ അപ്പ് ഒരു കാര്യത്തിനും ഉണ്ടാവില്ല. ഒന്ന് തോണ്ടി വെക്കും, മാന്തി വെക്കും, ഇത്തിരി വെള്ളം അങ്ങോട്ട് പോകും, കഴിഞ്ഞു, റെഡിയായി. ഇനി ഏത് മഴ പെയ്താലും പ്രശ്നമില്ല. ഇവിടെ 2-3 കാര്യങ്ങൾ ബാഹ്യമായി പറയാൻ ശേഷം ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലേക്ക് ഞാൻ അവസാനം വരാം ഇൻഷാ അല്ലാഹ്. ഇസ്ലാമിന് പറയാനുണ്ട് ഈ രംഗത്ത്, ഒരുപാട് പറയാനുണ്ട്. ഇസ്ലാം അങ്ങനെയുള്ള ഒരു മതമാണ്. നിസ്കാരത്തിന്റെ നോമ്പിന്റെയും മതമല്ല, മാത്രമല്ല മതം ഇസ്ലാം. മനുഷ്യന്റെ ജീവിത സ്പർശിയായ എല്ലാ രംഗങ്ങളിലേക്കും അത് വെളിച്ചം വീശുന്നുണ്ട്. പക്ഷെ അത് ഇസ്ലാം പറയുന്നു, ഖുർആൻ പറയുന്നു, പ്രവാചകൻ പറയുന്നു എന്ന് പറയുമ്പോൾ ചിലർക്ക് ദഹിക്കൂല. നമുക്ക് തന്നെ അത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതിന്റെ ആളുകൾ എന്ന് പറഞ്ഞു നടക്കുന്ന നമുക്ക് തന്നെ അത് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പൊ അതിൽ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, ഞാൻ എന്നിൽ നിന്ന് തുടങ്ങണം. നമ്മളുടെയൊക്കെ സ്വഭാവം എന്താ? എൻ്റെ വീട്ടില്, എൻ്റെ പറമ്പില്, ഞാനുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് എന്തെങ്കിലും മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ അതെങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റുക എന്നുള്ളത് മാത്രമേ നമുക്ക് തൽക്കാലം ചിന്ത ഉണ്ടാവുള്ളൂ. അത് തോട്ടിലാകാം, കാണയിലാകാം, അത് സ്കൂട്ടറിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് വന്ന് കാലുകൊണ്ട് തട്ടിയിടാം. നടക്കുന്നല്ലേ കാണുന്നത്. രാത്രി കാലങ്ങളിൽ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ എവിടെ ഒരു മാലിന്യവും കാണാതെയാണ് വീട്ടിലേക്ക് പോണതെങ്കിൽ, രാവിലെ സുബഹി നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരുമ്പോൾ പാലത്തിന്റെയും റോഡിന്റെ 2 സൈഡിലും കെട്ടുകൾ ഉണ്ടാവും. ഇത് വെറുതെ വരുന്നതല്ലല്ലോ, നമ്മളൊക്കെ കൊണ്ടുപോയി ഇടുന്നത് തന്നെയാണ്. അങ്ങനെ നമ്മൾ കൊണ്ടുപോയി ഇടുന്നു. എന്നിട്ട് അത് വേണ്ട വിധത്തിൽ സംസ്കരിക്കാനുള്ള സംവിധാനവും കാര്യങ്ങളും ഇവിടെ ഇല്ലാത്ത ഒരു കുഴപ്പവും കൂടിയുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി വരുമ്പോൾ മാറാ രോഗങ്ങളിലേക്കും മരണങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കും മനുഷ്യൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലേക്കും ഒക്കെ കാര്യങ്ങൾ എത്തും. പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കും, രോഗങ്ങൾ ഉണ്ടാകും, പനികൾ ഉണ്ടാകും. ഇപ്പൊ നമ്മൾ ഇന്ന് കേട്ടത് ഒരു 4 വയസ്സുള്ള കുട്ടി H1N1 ബാധിച്ച് മരിച്ച, എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്ത് മരിച്ച സംഭവം അല്പം മുമ്പ് ന്യൂസിലൂടെ കാണാൻ സാധിച്ചു. 4 വയസ്സുള്ള കുഞ്ഞ്. ഇതാണ് പറഞ്ഞത്. അവനവൻ തന്നെയാണ് അവനവന് കുഴി കുഴിക്കുന്നതും അപകടം വരുത്തുന്നതും. അപ്പൊ നമ്മളൊന്ന് സൂക്ഷിച്ചാൽ കുറെയൊക്കെ ഇത് പരിഹരിക്കാൻ കഴിയും. ഒപ്പം
ഇത് നമുക്കാർക്കും സ്വന്തം ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിനാണ് ഇവിടെ സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടത്. ആ സംവിധാനങ്ങൾ കുറ്റമറ്റതാകണം. ഈ പറയുന്ന മാലിന്യങ്ങൾ ലോകത്തെല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇവിടെ ഇന്ത്യ രാജ്യത്തും കേരളത്തിലും മാത്രമല്ല ഉള്ളത്, കോർപ്പറേഷനിൽ മാത്രമല്ല ഉള്ളത്, ലോകത്തെല്ലാ സ്ഥലങ്ങളിലും ഈ പറയുന്ന സാധനമുണ്ട്. മാലിന്യങ്ങളുണ്ട്. ജൈവ മാലിന്യം, അജൈവ മാലിന്യം, ഈ മാലിന്യം, രാസമാലിന്യം എന്ന് തുടങ്ങി മാലിന്യങ്ങളുടെ കൂമ്പാരമാണ്. ഇതൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. പക്ഷെ അവിടെ ഒന്നും ഇങ്ങനെ മലകൾ പോലെ കണ്ടിട്ട് അവസാനം ഇങ്ങനെ അതിന്റെ അടിയിൽപ്പെട്ട് അതിന്റെ പുക ശ്വസിച്ച് അതിന്റെ വാതകം ശ്വസിച്ച് അതിന്റെ ഇരകളായി തീരുന്ന സംഭവങ്ങൾ കേൾക്കാറില്ല. കാരണം എന്താ? നല്ല സംവിധാനങ്ങളോടുകൂടി അത് മുഴുവനും അത് സംസ്കരിച്ച് മാറ്റുകയും സംസ്കരിക്കാൻ പറ്റാത്തതാണെങ്കിൽ റീസൈക്ലിംഗ് നടത്തിയിട്ട് അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം ലോകത്തിന്റെ എല്ലാ നാടുകളിലുണ്ട്. വിദേശത്തൊക്കെ പോകുന്ന സഞ്ചരിക്കുന്ന ഒരുപാട് പേരെന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. നമ്മളൊക്കെ കാണുന്നതല്ലേ? വേണ്ട, ഹജ്ജിനും ഉംറയ്ക്കും പോകുന്ന ആളുകൾ മാത്രം നമ്മളോട് ചോദിക്കാറുണ്ട് പല സുഹൃത്തുക്കളും, ഇതെങ്ങനെ നിങ്ങൾക്ക് കഴിയുക? ലക്ഷക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികൾ, അവരുടെ മറ്റു രൂപത്തിലുള്ള മാലിന്യങ്ങൾ, അവര് താഴേക്കിടുന്ന സംഗതികൾ, ഇതൊക്കെ നിമിഷ നേരം കൊണ്ട് മാറ്റി ആ മാറ്റപ്പെടുന്ന വാഹനം ഏതാണോ ആ വാഹനത്തിന്റെ ഉള്ളിൽ വെച്ച് തന്നെ അത് അമർത്തി ഒരു പകുതി രൂപത്തിലാക്കി അത് അവിടെ നിന്ന് മാറ്റും. പിന്നെ സംസ്കരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി സംസ്കരിക്കും. ഇതേപോലെ കൊണ്ടുപോയി എവിടെയും തള്ളൂല. ഇത് റെയിൽവേ ആണെങ്കിൽ റെയിൽവേ വന്നു കഴിഞ്ഞാൽ ഏത് സ്റ്റേഷനിലാണോ എത്തുന്നത് ആ സ്റ്റേഷനിൽ വരുമ്പോൾ അവിടെ നിന്ന് തൂത്ത് താഴോട്ടിടും, അല്ലെങ്കിൽ ഒരു ചാക്കിൽ കെട്ടിവെക്കും. എന്നിട്ട് ആരുമില്ലാത്ത സ്ഥലത്ത് കൊണ്ട് ഒരു പുഴയിലേക്ക് തള്ളും. പുഴയിലെ വെള്ളം ഒഴുക്ക് നിലക്കും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. റെയിൽവേ മാത്രമല്ല, എല്ലായിടവും കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. പക്ഷെ അവിടെ നിന്ന് ഇതല്ല. തന്നെയല്ല, ആ സ്ഥലങ്ങളിലൊന്നും ഇത് കൊണ്ടുപോകണ മാലിന്യമാണെന്ന് പോലും ഒരു മനുഷ്യൻ അറിയൂല. ആ രൂപത്തിൽ അത് പാകപ്പെടുത്തി കൊണ്ടുപോകും. ഇവിടെയാണെങ്കിൽ ലോറികളിൽ കയറ്റിക്കഴിഞ്ഞാൽ പിന്നാലെ നമ്മൾ വാഹനം ഓടിച്ചു വന്നാൽ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റൂല. കാരണം അത് തുറന്നിട്ടേ കൊണ്ടുപോകുള്ളൂ. സംവിധാനങ്ങളുടെ പോരായ്മയാണ്, അല്ലാതെ വേറൊന്നുമല്ല. അപ്പൊ സംവിധാനങ്ങൾ കുറ്റമറ്റതാക്കുക ഒന്ന്. മറ്റൊന്ന്, നമ്മൾ ഓരോരുത്തരും മാറാൻ തയ്യാറാവുക. നമ്മളുടെ ഈ വലിച്ചേറ് നമ്മൾ നിർത്തുക. പുഴകളിൽ കൊണ്ടുപോയി ഇടല്, കാണകളിൽ കൊണ്ടുപോയി വലിച്ചെറിയല്, എവിടെയാണോ സൗകര്യം അവിടെ ഒഴിവാക്കല്, അത് ഒഴിവാക്കിക്കൊണ്ട് അവനവൻ ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടത് ചെയ്തുകൊണ്ട് കുറ്റമറ്റ സംവിധാനവും കൂടി ഇതിന്റെ ഒപ്പം വരുമ്പോൾ, ഇതിന് ശാശ്വതമായ പരിഹാരവും കൂടി വരുമ്പോൾ കുറെ ഒക്കെ പിടിച്ചു നിൽക്കാൻ കഴിയും. ഇല്ലെങ്കിൽ എന്താണ് ആമയിഴയാൻ പിന്നെ തോടോ അങ്ങനെ പറഞ്ഞ തോടുണ്ടല്ലോ, ആ തോട് സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കും. അപ്പോഴും അന്വേഷിക്കും, ആളിനെ കണ്ടെത്തും, എന്തെങ്കിലും ധനസഹായം പ്രഖ്യാപിക്കും, പിന്നെയും വരും. ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കും. വേറൊരു ഫോളോ അപ്പ് ഉണ്ടാവില്ല. അതിന് ചെയ്യേണ്ടത് ഇപ്പൊ കോടതികളൊക്കെ വല്ലാതെ കയറി പിടിക്കുന്നതുകൊണ്ടാണ് കുറച്ചെങ്കിലും സമാധാനം നമ്മുടെ ഈ നഗരത്തിലും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതൊന്നും ആവൂല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് ആരെയും ഞാൻ കുറ്റം പറയണില്ല. പക്ഷേ ഒന്നും ഫലവത്താകുന്നില്ല. ഫലവത്താകാതിരിക്കാൻ കാരണം ആസൂത്രണങ്ങളുടെ പോരായികയാണ്. അപ്പം ആ രംഗത്തെ ശ്രദ്ധിക്കേണ്ടത് അവർ ശ്രദ്ധിക്കണം. ഭരണ സംവിധാനങ്ങൾ അത് ഇങ്ങേയറ്റം ഒരു വാർഡ് മുതൽ അങ്ങേയറ്റം സംസ്ഥാന തലം വരെ ഏതൊരു രൂപമാണോ അതിന് സ്വീകരിക്കേണ്ടത് അത് സ്വീകരിച്ചു കൊണ്ടുപോവുക. ഒപ്പം നമ്മൾ ഓരോരുത്തരും മാറ്റത്തിന് തയ്യാറാവുക. ഇങ്ങനെ വലിച്ചെറിയൽ പരിപാടി അവസാനിപ്പിക്കുക. എന്നാൽ ഇത് ഞങ്ങൾ എന്ത് ചെയ്യും? ഈ പ്ലാസ്റ്റിക് ഒക്കെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പൊ അത് കളക്ട് ചെയ്ത് അത് റീസൈക്ലിംഗ് നടത്തി അത് മറ്റു വല്ലതിനും ഉപയോഗിക്കുന്നതിന് പകരം പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിച്ചാൽ ഇത്ര രൂപ എന്താ പറയാ ഒരു പെനാൽറ്റി നിശ്ചയിച്ചത് കൊണ്ട് മാത്രം ഒന്നും ഇത് മാറൂല. മാറ്റാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നിയമം ഉണ്ടാക്കണം. നിയമം ഉണ്ടാക്കിയിട്ട് മാറ്റാൻ നിന്നാൽ നടക്കൂല. ഇതൊക്കെ തലതിരിഞ്ഞാ പോകുന്നത് പല കാര്യങ്ങളും. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളി. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് വാസയോഗ്യമാക്കി അവന് പൂർണ്ണ ആരോഗ്യവാനായി ജീവിക്കാവുന്ന സംവിധാനം ഈ ഭൂമിയിൽ ഉണ്ടാക്കിയിട്ട് വാസയോഗ്യമാക്കിയിട്ട് ആ വാസയോഗ്യമാകിയതിനെ തച്ച് തകർത്ത് പോകുന്നത് മനുഷ്യരായ നമ്മൾ തന്നെയാണ്, നമ്മുടെ കരങ്ങളാണ്. അതിൽ നാം ശ്രദ്ധ ചെലുത്തണം. അതുപോലെ തന്നെ കാരണം മാറേണ്ടത് നമ്മളുടെ മനസ്സാണ് എന്നുള്ളത് ചിന്തിക്കുക. പ്രവാചകൻ പറഞ്ഞുവല്ലോ, മനുഷ്യ ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്, അത് നന്നാകുവാൻ മനുഷ്യനാകെ നന്നായി, അത് ചീത്തയായാൽ മനുഷ്യനാകെ ചീത്തയായി. അതെന്താ? ഹൃദയം. അവിടെ നിന്നാണ് ഇതെല്ലാം വരുന്നത്. അപ്പൊ അത് നന്നാവുക എന്നുള്ളതാ. അതുപോലെ വിശുദ്ധ ഖുർആൻ പറഞ്ഞു,
ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം മാറ്റത്തിന് വിധേയമാകുന്നത് വരെ അള്ളാഹു ഒരു ജനതയിലും മാറ്റം ഉണ്ടാക്കൂല. ഖുർആന്റെ പ്രഖ്യാപനമാണ്. അതുപോലെ ഇങ്ങനെയുള്ള എത്രയോ നിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുത്തി, പ്രവാചകന്റെ അധ്യാപനങ്ങളുമായി ബന്ധപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും. മുസ്ലിം എന്നുള്ള നിലയിൽ ഇതിനോടുള്ള ബാധ്യത ആ വക കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടുകൂടി മാതൃകാപരമായി തീരുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയാൽ മറ്റുള്ളവർക്ക് അതൊരു മാതൃകയായി മാറും. അതിന് പകരം നമ്മളും ഈ ഓടുന്ന ഓട്ടത്തിന്റെ പിന്നാലെ ഓടുകയാണ് എങ്കിൽ നമ്മളോട് നിർദ്ദേശിച്ച നിർദ്ദേശങ്ങൾ പാലിക്കാത്തവരായി നാം മാറും. ജാഗ്രത പുലർത്തുക, ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരി സഹോദരന്മാരെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. മാനസിക ശുദ്ധി, ശാരീരിക ശുദ്ധി, വ്യക്തിശുദ്ധി, പരിസര ശുദ്ധി തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ഇസ്ലാമിന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ശുദ്ധിയെ വിശ്വാസവുമായി ബന്ധപ്പെടുത്തി പഠിപ്പിച്ചിട്ടുള്ള തത്വസംഹിതയാണ് പരിശുദ്ധ ഇസ്ലാം. അള്ളാഹു ഇഷ്ടപ്പെടുന്നവരുടെ ചില സ്വഭാവങ്ങൾ ഖുർആനിൽ പല സ്ഥലങ്ങളിലും പ്രതിപാദിച്ചിരിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. ഒരു സ്ഥലത്ത് രണ്ട് സ്വഭാവമുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നു. ഒന്ന്, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന. രണ്ട്, വയുഹിബ്ബുൽ മുത്തതഹ്ഹിരീൻ. ഖേദിച്ചു മടങ്ങുന്നവരെ, തൗബ ചെയ്ത് മടങ്ങുന്നവരെ, പശ്ചാത്തപിച്ച് മടങ്ങുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. പിന്നെ പറഞ്ഞത് ശുദ്ധിയുള്ളവരെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. അത് എല്ലാ തരത്തിലുള്ള ശുദ്ധിയും. അതാണ് ഞാൻ പറഞ്ഞത്, മാനസിക ആന്തരിക ശുദ്ധി, ആത്മീയ ശുദ്ധി എന്ന് പറയുന്ന അത് നമ്മുടെ ഉള്ളു ശുദ്ധമായിരിക്കുക. രണ്ട്, ശാരീരികമായ ശുദ്ധി. മൂന്ന്, പരിസരവുമായി ബന്ധപ്പെട്ട് നമ്മൾ എവിടെയാണോ ജീവിക്കുന്നത് അവിടുത്തെ ശുചീകരണം, ശുദ്ധി. ഇതൊക്കെ ബന്ധപ്പെട്ടിക്കൊണ്ട് പറഞ്ഞതാണ് മുത്തതഹ്ഹിരി എന്നുള്ള പ്രയോഗം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് എവിടെയാ പറഞ്ഞതെന്നും കൂടി ഓർക്കുക. ഇത് പറഞ്ഞത് സൂറത്തുൽ ബഖറയിലെ 222-ാമത്തെ വചനത്തിൽ ആർത്തവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യത്തിന്റെ മറുപടിയുടെ അവസാന ഭാഗത്താണ് ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുത്തതഹ്ഹിരീൻ. ആർത്തവത്തെ കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു. അത് ഉപദ്രവമാണ്, ബുദ്ധിമുട്ടാണ്, അതയാണ്, പ്രയാസമാണെന്ന് മറുപടി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ മറുപടി കൊടുത്തതിന് ശേഷം പറഞ്ഞു, ആ സന്ദർഭത്തിൽ സ്ത്രീകളുമായി നിങ്ങൾ വിട്ടു നിൽക്കുക. എന്നിട്ട് പറഞ്ഞു, ഫൈദാ തതഹർന, അവർ ശുദ്ധിയായാൽ, അതിൽ നിന്ന് ശുദ്ധിയായാൽ അല്ലാതെ അടുക്കാൻ പറ്റൂല. അത് പറഞ്ഞതിന് ശേഷമാണ് പിന്നെ പറയുന്നത് ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുത്തതഹ്ഹിരീൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. അത്തഹൂറു ശത്റുൽ ഈമാൻ. ശുദ്ധി വിശ്വാസത്തിന്റെ പകുതിയാണെന്നാ പഠിപ്പിച്ചത്. അപ്പൊ വിശ്വാസവുമായി ബന്ധപ്പെടുത്തിയ സംഗതിയാണ് ശുദ്ധി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിശ്വാസം 70-ൽ ചില്ലുവാനും ശാഖയാണ്. അതിൽ ഏറ്റവും ഉത്കൃഷ്ടമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൽ ഏറ്റവും താഴേക്കിടയിലുള്ളത് വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കലാണ്. അപ്പൊ വഴിയിലേക്ക് മാലിന്യക്കെട്ട് കൊണ്ടുവന്നിടലല്ല, അത് ഒഴിവാക്കലാണ് വിശ്വാസത്തിന്റെ പകുതി, വിശ്വാസത്തിന്റെ ഭാഗം എന്നാണ് മതം പഠിപ്പിച്ചതെന്ന് ഓർക്കുക. ഇമാത്തത്തുൽ അദാ അനിത്തരീഖ്. അതുപോലെ തന്നെ മലമൂത്ര വിസർജന മര്യാദകൾ, ഇതൊക്കെ കൃത്യമായി നിങ്ങൾ നോക്ക്. പരിശുദ്ധ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസ് ഗ്രന്ഥങ്ങളും ആ ഹദീസ് ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ അവരുടെ ഫത്വകളും അതുപോലുള്ള കാര്യങ്ങളും ക്രോഡീകരിച്ചിട്ടുള്ള ഫിഖ്ഹി ഗ്രന്ഥങ്ങളും നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഒരു ബാബ്, ഒരു ഹെഡിങ്, ഒരു കിതാബ് ത്വഹാറത്തിന്റെ കിതാബാണ്. എന്ന് പറഞ്ഞാൽ ശുദ്ധിയെ കുറിച്ച് മാത്രം പറയുന്നത്. പല്ല് തേക്കല്, കുളിക്കല്, വുളു എടുക്കല്, മലമൂത്ര വിസർജന മര്യാദകള്, ഇതൊക്കെയാണ് അതിൽ പ്രതിപാദിച്ചിട്ടുള്ളത്. എന്തിനാ ഇത് പഠിപ്പിച്ചേ? എല്ലാരെ പോലും ആകാനാണ് നമ്മളെങ്കിൽ പിന്നെ അങ്ങനെ മതിയല്ലോ. തുറസായ സ്ഥലത്ത് മലമൂത്ര വിസർജനം അരുത് എന്ന് പഠിപ്പിച്ചു. അതിൻ്റെതായ നിയമങ്ങൾ പഠിപ്പിച്ചു തന്നു. അതുപോലെ തന്നെ മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ ശുദ്ധിയാക്കണം എന്ന് പഠിപ്പിച്ചു. ഉറക്കിൽ നിന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇരു കൈകളും നന്നായി കഴുകണമെന്ന് പഠിപ്പിച്ചു. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ കൈ കഴുകണം.
ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കഴുകണം. ഇതൊക്കെ നിസ്സാരമാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇത്രമാത്രം ശുദ്ധി. നഖത്തിന്റെ അടിയിൽ അഴുക്കുണ്ടാകാൻ പാടില്ല. നഖം നീട്ടി വളർത്തരുത്. എന്ന് തുടങ്ങി ശരീരത്തിന്റെ ചില ഭാഗങ്ങളിൽ വളർന്നു വരുന്ന രോമങ്ങൾ വടിച്ചു കളയണം. കൃത്യമായി പഠിപ്പിച്ചു. ഇങ്ങനെ ശാരീരികമായ ശുദ്ധി, അതുപോലെ തന്നെ മാനസികമായ ശുദ്ധി, പരിസര ശുദ്ധി, ഇതെല്ലാം കൂടി ഉൾക്കൊള്ളു വരുന്ന ഒരു തത്വമാണ് ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അവിടെ ഒരു മുസ്ലിമായി ജീവിക്കാൻ നമുക്ക് കഴിയണം. എങ്കിലേ ഇതിനെയൊക്കെ അതിജയിച്ചു പോകാൻ നമുക്ക് കഴിയുള്ളൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടും കൂടി നമുക്കുണ്ടാകണം. തന്നെയുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റുള്ളവരുടെ ശാപത്തിനും അള്ളാഹുവിന്റെ ശാപത്തിനും വിധേയരാകുന്ന രണ്ട് കാര്യങ്ങളെ കരുതിയിരിക്കാൻ പ്രവാചകൻ പഠിപ്പിച്ചിരുന്നുണ്ട്. ഇത്തഖുല്ലാഇനൈൻ, ശാപത്തിന് ഹേതുവാകുന്ന രണ്ട് കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു. സഹാബത്ത് ചോദിച്ചു, എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഒന്നെന്താണെന്നറിയുമോ? അല്ലദീ യതഖല്ലാ ഫീ തരീഖിൻ നാസ്, ജനങ്ങളൊക്കെ നടന്നു പോകുന്ന വഴിയിൽ നിന്ന് മലമൂത്ര വിസർജനം നടത്തുക. അത് ശാപത്തിന് വഴിയൊരുക്കുന്നതാണ് എന്ന് പറഞ്ഞത്. ശാപം. അപ്പൊ ഈ അഴുക്കൊക്കെ കൊണ്ട് വലിച്ചെറിയുന്നത് ഇത് തന്നെയാണ് അവസ്ഥ. ഔ ഫീ ളില്ലിഹിം, അല്ലെങ്കിൽ ജനങ്ങൾ ഇരിക്കുന്ന വൃക്ഷത്തണലുകളിൽ ഒന്ന് സൊറ പറയാൻ പോയിരിക്കുന്നതോ ഒന്ന് വിശ്രമിക്കാൻ പോയിരിക്കുന്നതോ മരത്തിന്റെ താഴ്ഭാഗത്ത് എന്ന് പറഞ്ഞാൽ തുറസ്സായ സ്ഥലങ്ങളിൽ ഇതൊന്നും പാടില്ല. അത് ശാപത്തിന് വഴിയൊരുക്കുന്ന. നമ്മൾ നടന്നു പോകുമ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് കണ്ടാൽ നമ്മൾ അറിയാതെ എവനാടാ ഇത് ചെയ്തത്, ഏത് വൃത്തികെട്ടവനാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചല്ലേ നമ്മൾ നടന്നു പോകുള്ളൂ. അത് തന്നെയാണ് ഈ ശാപവാക്യം എന്ന് പറയാൻ. മനുഷ്യൻ ശപിക്കും, അള്ളാന്റെ ശാപം വേറെ ഉണ്ടാവും. അത്രമാത്രം ഗൗരവത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണത്. ഇങ്ങനെയുള്ള അതുപോലെ തന്നെ മലമൂത്ര വിസർജന മര്യാദകൾ തുറസ്സായ സ്ഥലത്ത് അരുത്, അത് ശുദ്ധിയാക്കി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എണ്ണി എണ്ണി പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടാ പറഞ്ഞത് ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുത്തതഹിരീൻ. ഓർക്കുക പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതം. ഇസ്ലാം നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും വെളിച്ചം വീശുന്ന സന്ദേശമാണ്. അത് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടണമെങ്കിൽ നമ്മൾ അങ്ങനെ ആകുമ്പോഴേ കഴിയൂ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പൊ ഭൂമി അള്ളാഹു വാസയോഗ്യമാക്കി തന്നു, അത് നശിപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ്, നല്ല നിലയിൽ നിലനിർത്തിക്കൊണ്ടു പോകുന്നത് നമ്മൾ തന്നെയാണ്. ആ നിലയിൽ ഏത് ഭാഗത്തൂടെ ഒരു വിശ്വാസി, ഒരു മുസ്ലിം ആകണം എന്നുകൂടി ഇതിനോട് ആഡ് ചെയ്തുകൊണ്ട് ഇതിലൊക്കെ ഈ ഖുർആനിലൂടെയും ഹദീസിലൂടെയും സഞ്ചരിച്ചാൽ നമുക്ക് പലതും മനസ്സിലാക്കാൻ കഴിയുമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഏറ്റവും ചെറുതും എന്ന് വിചാരിക്കുന്ന കാര്യവും ഏറ്റവും ഗൗരവമുള്ള കാര്യം എന്ന് ചിന്തിക്കുന്ന കാര്യവും എല്ലാം അതിൻ്റെതായ രൂപത്തിൽ ജീവിതത്തിൽ പകർത്തി കുറ്റമറ്റ ജീവിതം നയിച്ച് ബാഹ്യവും ആന്തരികവുമായ ശുദ്ധീകരണം നേടി മുത്തതഹ്ഹിരീങ്ങളുടെയും തവ്വാബീങ്ങളുടെയും കൂട്ടത്തിൽ ഉൾപ്പെട്ട് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ സമൂഹത്തിന് ശരിയായ കാഴ്ചപ്പാടും അവബോധവും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരം പ്രയാസങ്ങളിലൂടെ ഉണ്ടായിത്തീരുന്ന എല്ലാവിധത്തിലുള്ള രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നുമൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ കുടുംബാദികളെയും നമ്മുടെ മക്കളെയും നമ്മുടെ പേരക്കിടാങ്ങളെയും എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല ജീവിതം നയിച്ച് പരലോകത്ത് ഏറ്റവും വലിയ സൗഭാഗ്യവാന്മാരായി തീരാൻ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആനെ കുറിച്ച് ചിന്തിക്കാനും അതിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും ശ്രദ്ധേയമായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ അള്ളാഹു അകറ്റി കൊടുക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار.